പീറ്ററാ, കയറി വാ. ഞാൻ നിരപരാധിയാണ് മമ്മുക്ക. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ. എത്തപ്പാന്റെ മോൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല, ഞമ്മക്കറിയാം. മമ്മുക്ക, ഇതാണ് നടന്നത്. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ മമ്മുക്ക. എന്റെ കൈ കൊണ്ട് ജെയിംസ് അച്ഛനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് പക തോന്നാൻ മാത്രം ആ നല്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യൂ? നല്ല മനുഷ്യൻ നമുക്ക് അയാൾ ഒരു മൃഗമായിരുന്നു. ലോഹയിട്ട് നടന്നിരുന്ന ജഗത്ത് എന്റെ സഹോദരിയെ അയാൾ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. ചേട്ടാ, ആലീസിനെ പിഴപ്പിച്ചത് അച്ഛനല്ല, ജോണിയാണ്. ജോണി? അതെ, അവര് സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. സബിനെ? ജോണി നാട് വിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലീസിന് ജോണിയുടെ ഒരു കത്ത് വന്നു. അത് ഞാനാണ് ആലീസിന് കൊടുത്തത്. എന്നിട്ട് അവൾ ആ കത്ത് തുറന്നു വായിച്ചിട്ട് വിഷമിച്ചിരുന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് രാത്രിയാണ് അവൾ മരിച്ചത്. ജോണി ജോണി എവിടെ? ജോണി ഇവിടെ എന്ന് പറയണ. അവൻ അവൻ ഈ ജീവനോടെ പിടിക്കാം. പീറ്റർ എന്തിനു വേണ്ടി വന്നിരിക്കും? ചാക്കോച്ചനെ കൊല്ലാനോ അതോ പണം അപഹരിക്കാനോ? അവൻ കൊലപാതകി ആയതുകൊണ്ട് കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കും സാർ വന്നിട്ടുള്ളത്. പീറ്റർ ചാക്കോച്ചനെ എന്തിനു കൊല്ലണം? കേസന്വേഷണത്തിന് വേണ്ടി ചാക്കോച്ചൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ടായിരുന്നു. എസ്തപ്പാനെ, പീറ്ററും ചാക്കോച്ചനും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിരുന്നു? അവൻ വഴക്കിടാത്തതായി ഈ നാട്ടിൽ ആരും കാണുകയല്ലേ മാന്നെ. എന്തിനാ എല്ലാവരും പറയുന്നത്? യമാനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളതാഴിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം പീറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മാന്നെ, അവന്റെ തലവെട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാതമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് എസ്തപ്പാൻ കരുതുന്നുണ്ടോ? പള്ളിവേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞേ മാന്നെ, അച്ഛനെ കൊല്ലുമെന്ന്. യമാനെ, പീറ്റർ എന്റെ കുഞ്ഞ്. ഞാനാണ് അവനെ പെറ്റു വളർത്തിയത്. അവൻ മഴക്കിടും, തല്ലുകൂടും, പക്ഷെ ആരെയും കൊല്ലൂല്ലേ മോനെ. നിങ്ങൾ അപ്പുറത്ത് പോ. ഒരു എറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ മോൻ കൊലപാതകയാണെന്ന് പറയുന്ന നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയട്ടെ. എസ്തപ്പാൻ വരൂ. അമ്മേ, അമ്മ പേടിക്കണ്ട, അകത്തേക്ക് വരും. ആ തട്ടി അങ്ങ് ശരിയാക്കമ്മേ. ഈ പെട്ടിയുടെ മൂടി ഒന്ന് മാറ്റിക്കമ്മേ. എന്റെ മോനെ, മോൻ എപ്പോഴും ഇവിടെ വന്നു? പോലീസ് എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിക്കയറിയതാണ് അമ്മേ. ആലീസ് കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതേ മാന്നെ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. എന്റെ മോനെ, ഞാൻ എസ്തപ്പാനെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരാമേ മാന്നെ.
എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം. വിശ്വാസം? ഒരു മോളുണ്ടായിരുന്നതിന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നു. എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. മോനെ, അമ്മ പോകുന്നു. ശരി. മോനെ, അപ്പം നല്ല ഉറക്കമാ. മോൻ ചോറുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, വെക്കരുത്. എനിക്ക് പറയാനുള്ളത് ദേവി ഏതൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്നു നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ചക്കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. ഈ തോളിൽ കിടത്തിയാണ് അപ്പൻ എന്നെ വളർത്തിയത്. അപ്പ ഈ കൈ കൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. സത്യം ഒരു കാലത്ത് വെളിച്ചത്ത് വരും. അന്ന് ഞാൻ നിരപരാധിയാണെന്ന ഒരു മനസ്സിലാക്കും. അച്ഛനെ കൊന്നത് നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്. അവിടെയാണ് മോളെ അനക്ക് തെറ്റുപറ്റിയത്. ആ പാവം പെണ്ണ് നശിപ്പിച്ചത് അച്ഛനല്ല, മുതലാളിയുടെ വളർത്ത മകൻ ജോണിയാ. ഇത് സത്യമാണോ മമ്മുക്ക? അതെ മോളെ, ഇപ്പോഴല്ലേ സത്യം ഓരോന്നായി പുറത്തു വരുന്നത്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. സത്യം എന്തെന്നറിയാതെ ആലീസിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പീറ്ററിനോട് പറഞ്ഞു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യും മമ്മുക്ക? അറിയാതെ മോളെ, നീ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററിനെ ഒന്ന് കാണണം. ആ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. മോള് വിഷമിക്കണ്ട, പീറ്ററെ കാണാൻ വഴി നമ്മൾ ഉണ്ടാക്കി തരാം. മോള് നാളെ വീട്ടിലേക്ക് വാ. പീറ്റർ അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷേ ഓരവിടെ വരും. മോള് നാളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാം. നമ്മൾ വരട്ടെ. ആ മോള് വന്ന അകത്തുണ്ട്, ചെല്ല്. സബീന, സബീന. പീറ്റർ എവിടെ? ഇവിടെ വന്നില്ലല്ലോ. കാണാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? അവതിരിപ്പുണ്ട്, ചെല്ല്. പീറ്റർ, എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. സാരമില്ല ശ്രുതി, എല്ലാം വിധിയാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മനസ്സിലായില്ല? ഞമ്മള് തലശ്ശേരി എന്നാ. പേര് അബ്ദുള്ള, അനുഫല്ലവി അബ്ദുള്ള എന്നാ നമ്മൾ എല്ലാരും വിളിക്കണത്. അത് തന്നെ തന്നെ. ഇത് ഞമ്മളെ മോള് ഐഷ. ഇവളും വലിയ പാട്ടുകാരിയാ. നമ്മള് ബാപ്പാന്റെ പിൻപാട്ടാണ്.
രണ്ടുപേർക്കും അല്ലോ വേണ്ട, നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് മരിക്കുക. അപ്പൊ പെണ്ണൊന്ന് മറപ്പുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് പാപ്പാ നമുക്ക് മിണ്ടാണ്ടി പിന്നെ ഭയമേലെ പോകാനൊക്കുമോ കത്താൽ? മോളെ സബീന, 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 എന്താ പാപ്പാ? മോളെ ഒന്ന് മറപ്പുര കാണിച്ചു മോളെ. ചെല്ലു മോളെ. ആ ചെല്ല്. ഒന്ന് അങ്ങോട്ട് മാറിക്കളി. മുൻവശം ചെറുതാണെങ്കിലും പുറകുവശം വലുതാണല്ലോ. അതെന്താ? അല്ല, വീടേ ഇച്ചിരി വലിയ വീടാണെന്ന് പറയായിരുന്നു. പറപ്പിന് അവിടെയാ. എവിടെ? ആ, ഞമ്മള് വന്നോളാം. അല്ല, നിങ്ങള് നിക്കാഹിന് പാടും? പാടുമല്ലോ. അല്ലാ, ഞമ്മളെ മോളെ നിക്കാഹ് ഇമ്മാസം 28-ാം തീയതി. നിങ്ങളൊരു പരിപാടി നടത്തണമെന്ന് നമുക്ക് പെരുത്ത ആശയുണ്ട്. മോള് വന്നിട്ട് അവളോടൊന്ന് ചോദിക്കണം. ആ, ഇവിടെ ഇടമില്ലാത്തോണ്ട് നിക്കാഹ് വായനസ്ഥാനക്കാരെ കെട്ടിടത്തിലാ വെച്ചിരിക്കണം. ഞമ്മളൊരു പാവപ്പെട്ടവരാ. പെരുത്ത് കാശ് ചോദിച്ചാല് ഞമ്മൾ വിഷമിച്ചു. എന്താ അല്ല, എന്താ രാസേപ്പം? ഇത് സബീനന്റെ കിടക്കുന്നറിയാ? അല്ല, ആരാത്? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരി എന്താ വായിലടച്ചിരിക്കണത്? എടോ കൂട്ടുകാരി, എടോ അത് ചുമ്മാതിരിക്കുക. ചെല്ലേ ഐഷ, ഇവരുടെ മകളുടെ നിക്കാഹിന് 28-ാം തീയതി ഒരു പരിപാടി നടത്താൻ ഒക്കുമോ എന്ന് ആശോദിക്കണത്. നല്ല ബൗസ് ഉള്ള പെണ്ണാണ് പാപ്പ. ഞമ്മക്ക് പരിപാടി നടത്തി കൊടുക്കാം. നീ ഏറ്റാ? ഏറ്റ്. ആ, വളരെ സന്തോഷം. അപ്പൊ ഇൻഷാ അല്ലാ 28-ാം തീയതി കാണാം. നമ്മൾ വല്ല ചായ കുടിക്കാണ്ട് പോണേല് ഞമ്മക്ക് പെരുത്ത് വിഷമുണ്ട് കേട്ടാ. എന്തിന്? 28-ാം തീയതി വയർ നിറച്ച് ബിരിയാണി കഴിച്ചിട്ടേ ഞമ്മള് പരിപാടി തുടങ്ങും. പീറ്റർ മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് പീറ്ററിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പൊരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കോൺസ്റ്റബിൾ ഏർപ്പാട് ചെയ്യും. യെസ് സർ. കല്യാണത്തിനെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ? ആ, കാക്കയോട് കച്ചേരി ഏറ്റില്ലേ വന്നിരിക്കുന്നത്. അത് നമുക്ക് തകർക്കാം സർ. ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. അമ്മ ഇവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഈ കാര്യം അശ്വതിയോട് മാത്രം പറയാനുള്ളതാണ്. വളച്ചുകിട്ടൊന്നും കൂടാതെ പറയാം. പീറ്ററുമായിട്ടുള്ള പഴയ ബന്ധം അശ്വതിന് മറന്നു കളയുന്നതാണ് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് പീറ്ററിനെ പിടിക്കും. പിടിച്ചാൽ കഴിവുറത്തിലേറ്റുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി പ്രാക്ടിക്കലായി ചിന്തിക്കും. നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. മനസ്സിലായില്ല. ഞാനൊരു ബാച്ചിലറാണ്. പീറ്ററേക്കാൾ പണവും പദവിയും എനിക്കുണ്ട്. ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങുകയും വേണ്ട. എഴുന്നേൽക്കണം. എണീക്കാൻ. പ്ലീസ് ഗെറ്റ് ഔട്ട്. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാ? ഇത് എന്റെ വീടാണ്. ജെയിംസ് അച്ഛന്റെ കയ്യിൽ നിന്ന് നീ 10,000 രൂപ വാങ്ങിയില്ലേ? നീയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടത്. ഞാൻ രൂപ വാങ്ങിയില്ല. രൂപ വാങ്ങിയില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? സംഗതി ശരിയാ. പക്ഷെ പോലീസ് ആ മുറി സീൽ വെച്ചിരിക്കുന്നത്. ആ എക്കാഴ്ചകളാണ് എന്റെ ഈ മോളെ അടിച്ച് ചളുക്കൊന്നും പറഞ്ഞാൽ നടക്കുന്നത്. സീല് മുൻവശത്തെ വാതിലല്ലേ വെച്ചിരിക്കുന്നത്. നമുക്ക് പുറകുവശത്തെ വാതിൽ തുറക്കാവൂ. ഞാനില്ല. ആ പല പ്രാവശ്യവും ആ വാതിൽ തുറന്നിട്ടില്ലേ? അത് പാൽപ്പൊടി എടുക്കാനല്ലേ? അതുപോലാണോ ഇത്? ആ കാശ് എടുത്ത് തന്നാൽ തനിക്ക് 100 രൂപ തരാം. എന്തു പറയുന്നു? ഇങ്ങനെ പറഞ്ഞ വിഷമിച്ചു പോവുള്ളൂ. ആ പിടി. ആ ബാ. അച്ഛനമ്മയാണ് രൂപ വെച്ചിരിക്കുന്നേ. അലുമാരിക്കാത്ത. അയ്യോ, അത് കുത്തി പൊളിക്കല്ലേ. പിന്നെ തുറക്കാൻ താക്കോലിരിക്കുന്നു. താക്കോലേ അച്ഛന്റെ തലയണയ്ക്ക് താഴെ കാണും. ഇതാ താക്കോല്.
എന്താ ഉണ്ണി? മുതലാളി, ഞാൻ നമ്മുടെ മരിച്ചുപോയ അച്ഛനെ കണ്ടു. മരിച്ചുപോയ അച്ഛനെയോ? തനിക്ക് ഭ്രാന്തുണ്ടോ? അയ്യോ, എനിക്കൊരു ഭ്രാന്തില്ല. ഞാൻ അച്ഛന്റെ പ്രയത്തെ കണ്ടു. എവിടെ വെച്ച്? അച്ഛന്റെ മുറിയിൽ. അശ്വതിക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച പണമെടുക്കാനായി കപ്പിയാരെ കൊണ്ട് ഞാൻ അച്ഛന്റെ മുറിയുടെ പുറകത്തെ വാതിൽ തുറപ്പിച്ചു. ഞങ്ങളകത്ത് കയറി. അപ്പോ കട്ടിലെ അച്ഛൻ കിടക്കുന്നു. ഉണ്ണി മദ്യപിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ 2 വെക്ക് ഭ്രാന്തിയെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ ബോധത്തിൽ യാതൊരു കുഴപ്പവുമില്ല. ഉണ്ട് ഉണ്ണി. ജെയിംസ് അച്ഛൻ നല്ലവനായിരുന്നു. നല്ല മനുഷ്യർ ഒരിക്കലും പ്രേതാവില്ല. മുതലാളി, തമ്പി കിടന്നുറങ്ങൂ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഈ ഭ്രാന്ത് മാറും. പോയിക്കോളൂ. പോയിക്കോളൂ. പുറകുവശത്തെ വാതിൽ ആരാണ് കുത്തി തുറന്ന് തനിക്കറിയില്ലേ? അറിയില്ലേ? എനിക്ക് അറിയില്ലേ മാന്നെ? തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ലേ? താൻ ആ വാതിൽ പോയി നിൽക്ക്. സാർ, ഇത് അച്ഛന്റെ അൽമാരിയിൽ ഇരുന്നാണ്. 10,000 രൂപയുണ്ട്. ഈ കലണ്ടറിന്റെ ഷീറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഔട്ട് ഹൗസിലല്ലേ? എന്താ കുറുപ്പേ, അത് തന്നെയല്ലേ ഷീറ്റ്? അതെ സർ. അപ്പോ ഈ മുറിയിൽ നിന്നായിരിക്കും പണം പൊതിഞ്ഞുകൊണ്ട് പോയിട്ടുള്ളത്. കറക്റ്റ് സർ. ഇത് ചാക്കോച്ചന്റെ പണമാണോ എന്ന് നാം കണ്ടുപിടിക്കണം.